friends, welcome back to amiZCookandCraft. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീരയാണ്. നമുക്കറിയാം നെത്തോലി ഒരു ചെറിയ മീനല്ലല്ലോ. നമ്മൾ നെത്തോലി ഫ്രൈ ചെയ്യാറുണ്ട്, കറി വെക്കാറുണ്ട്, പീരയും ഉണ്ടാക്കാറുണ്ട്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പി അല്ല, പക്ഷെ നമ്മൾ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നെത്തോലി കഴുകി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇതിനെ ചൂടാന്നും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും അത് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. ഇനി ഒരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി അരച്ചെടുക്കുക. നമുക്ക് പകുതിയോളം അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 കഷ്ണം വാളംപുളി ഇട്ട് കൊടുക്കുക. നമ്മൾ മീൻകറിയിലൊക്കെ ഇടുന്ന പുളിയില്ലേ, അതന്നെ. 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മൾ നേരത്തെ അരച്ചെടുത്ത മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലൊഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ച നെത്തോലി മീൻ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മളിത് 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. കുക്കായിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടി വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക 2 മിനിറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ നെത്തോലി പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. നമ്മൾ മീൻ കറിയും അതുപോലെ തന്നെ മീൻ ഫ്രൈ ഒക്കെ അല്ലേ ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, ചെയ്ത് നോക്കുക. ഇത് സ്പെഷ്യൽ റെസിപ്പി അല്ല, നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ഡിഷാണ്. പക്ഷേ കുറച്ച് സിമ്പിളായിട്ട് ചെയ്തെന്നുള്ളൂ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡിഷ് ആണ്. ബി സേഫ് അറ്റ് ഹോം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.